വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഹൈ WBC കൗണ്ട്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നിങ്ങനെ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് അനേക അമ്മമാർ അവരുടെ കുട്ടികളുടെ ബ്ലഡ് കൗണ്ട്സിനെ പറ്റി ചോദിച്ച സംശയങ്ങളാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. ബ്ലഡ് കൗണ്ട്സ് എന്ന് പൊതുവെ പറഞ്ഞെങ്കിലും വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ചെയ്ത 2 വീഡിയോകളുടെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അത് കാണുന്നത് ഈ വീഡിയോ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. കുട്ടികളുടെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടുമ്പോഴേക്കും മാതാപിതാക്കൾ ആശങ്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം കുട്ടികളുടെ ബ്ലഡ് കൗണ്ടും മുതിർന്നവരുടെ ബ്ലഡ് കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. മിക്ക ലാബ് റിപ്പോർട്ട്സിലും നോർമൽ റേഞ്ചായി കൊടുത്തിരിക്കുന്നത് മുതിർന്നവരുടെ നോർമൽ വാല്യൂ ആയിരിക്കും. അതിൽ നിന്നും കൂടിയാലോ കുറഞ്ഞാലോ ഹൈ എന്നോ ലോ എന്നോ ചിലപ്പോൾ റെഡ് ലെറ്റേഴ്സിൽ രേഖപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ബ്ലഡ് കൗണ്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 ആഴ്ച ടോട്ടൽ WBC കൗണ്ട് അഥവാ TC 9,000 to 30,000 per cubic millimeter വരെ ആകാം. ഇനി 2 ആഴ്ച മുതൽ 2 മാസത്തിനുള്ളിൽ അല്പം കൂടി കുറഞ്ഞ് 5,000 to 21,000 per cubic millimeter ആകും. ഇനി 2 മാസം മുതൽ 6 മാസം വരെ 5,000 to 19,000 per cubic millimeter നോർമലായി കണക്കാക്കാം. 6 വയസ്സു മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും ടോട്ടൽ കൗണ്ട് ഏകദേശം ഒരുപോലെയാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 വയസ്സ് വരെ കുട്ടികളുടെ ടോട്ടൽ WBC കൗണ്ട് അഥവാ TC മുതിർന്നവരെക്കാൾ സാധാരണയായി തന്നെ കൂടുതലാകാം. പൊതുവെ 5,000 to 15,000 per cubic millimeter ആണ് കുട്ടികൾക്ക് നോർമലായി കണക്കാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യ ആഴ്ചകളിൽ ലിംഫോസൈറ്റ് കൗണ്ട് കുറവായിരിക്കും. എന്നാൽ പിന്നീട് രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പെട്ടെന്നുള്ള വളർച്ചയും വികാസവും മൂലം ലിംഫോസൈറ്റ് കൗണ്ട് കൂടി 6 മാസമാകുമ്പോഴേക്കും പ്രധാന വൈറ്റ് ബ്ലഡ് സെൽ ലിംഫോസൈറ്റ് ആയിരിക്കും. പിന്നീട് അത് ക്രമേണ കുറഞ്ഞ് 9 വയസ്സാകുമ്പോഴേക്കും ഒരു മുതിർന്ന ആളുടെ നോർമൽ റേഞ്ച്, അതായത് 20 to 40% ആയിരിക്കും ലിംഫോസൈറ്റ്സിന്റെ അളവ്. ലിംഫോസൈറ്റ്സിന്റെ നേരെ എതിർദിശയിലായിരിക്കും ന്യൂട്രോഫിൽസ് അഥവാ പോളിമോർഫ്സിന്റെ എണ്ണം. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 1 മാസം ന്യൂട്രോഫിൽസ് ആയിരിക്കും പ്രിഡോമിനന്റ് സെൽസ്. എന്നാൽ പിന്നീട് അത് ന്യൂട്രോഫിൽസ് കുറഞ്ഞ് ലിംഫോസൈറ്റ്സ് കൂടുകയും വീണ്ടും അതൊരു അഡൾട്ട് ലെവലിലേക്ക് വരുന്നത് ഏകദേശം 9 വയസ്സ് കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം 6 വയസ്സ് വരെ ഡിഫറൻഷ്യൽ കൗണ്ട് അഥവാ DCയിൽ മെയിൻ സെൽ അഥവാ പ്രിഡോമിനന്റ് സെൽ ലിംഫോസൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയാൽ അതിലെ ടോട്ടൽ കൗണ്ട് അഥവാ TC, ഡിഫറൻഷ്യൽ കൗണ്ട് അഥവാ DC ഇവയുടെ നോർമൽ റേഞ്ച് മുതിർന്നവരുടെ നോർമൽ റേഞ്ചുമായി താരതമ്യപ്പെടുത്തി അല്ല കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്. ഇനി ടോട്ടൽ കൗണ്ട് കൂടി ഇരിക്കുന്ന അവസ്ഥയെ ല്യൂക്കോസൈറ്റോസിസ് എന്ന ടേം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളുടെ ടോട്ടൽ കൗണ്ട് അല്പം ഉയർന്നു കാണുകയാണെങ്കിൽ തന്നെ അത് എപ്പോഴും എന്തെങ്കിലും രോഗം മൂലമാകണമെന്നില്ല. ഉദാഹരണമായി കുറേ നേരമായി വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ടോട്ടൽ കൗണ്ട് കൂടിയിരിക്കും. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായതിനെ തുടർന്ന് ടോട്ടൽ കൗണ്ട് കൂടാം. പിന്നെ ആസ്മയ്ക്കും മറ്റും സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റു രോഗങ്ങളോ മറ്റു കാരണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ടോട്ടൽ കൗണ്ട് ഉയർന്ന് കാണപ്പെടാം.
കുട്ടികളിൽ ടോട്ടൽ കൗണ്ട് കൂടുതലായി കാണുന്നതിന്റെ ഏറ്റവും സാധാരണമായ കാരണം ഇൻഫെക്ഷൻസ് അഥവാ അണുബാധയാണ്. പ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്ക് കുറവായതിനാൽ തന്നെ മാസത്തിൽ 1-2 തവണ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ് ടോട്ടൽ കൗണ്ട് കൂടാൻ ഇടവരുത്തുന്നതെങ്കിലും ചില വൈറൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഫംഗൽ അല്ലെങ്കിൽ പാരസിറ്റിക് ഇൻഫെക്ഷൻസും ടോട്ടൽ കൗണ്ട് കൂടാൻ കാരണമായേക്കാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ടോട്ടൽ കൗണ്ട് കൂടുന്നതിനോടൊപ്പം തന്നെ ഡിഫറൻഷ്യൽ കൗണ്ടിൽ ന്യൂട്രോഫിൽസ് അഥവാ പോളിമോർസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുക. ഇനി ടോട്ടൽ കൗണ്ട് കൂടുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലമാണെങ്കിൽ ലിംഫോസൈറ്റ്സ് ആയിരിക്കും പ്രിഡോമിനന്റ് ആയി നിൽക്കുന്ന സെൽസ്. അതുപോലെ തന്നെ പാരസിറ്റിക് അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻസ് ആണെങ്കിൽ യോസ്നോഫിൽസ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഇൻഫെക്ഷൻസ് അല്ലാതെ ടോട്ടൽ കൗണ്ട് കൂടാനുള്ള മറ്റു കാരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏത് അസുഖത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു ഹൈ ഫീവർ, ഉയർന്ന പനി വരുന്നത് അല്ലെങ്കിൽ അമിതമായ വേദന വരുന്നത് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ടോട്ടൽ കൗണ്ട് കൂടാനായിട്ട് ഇടയാക്കാം. ഇനി ഒരു കുട്ടിക്ക് അപസ്മാരം അഥവാ ഫിറ്റ്സ് വന്ന് ഉടനെ തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ടോട്ടൽ കൗണ്ട് ഉയർന്ന് കാണപ്പെടാം. ഇനി ഒരു കുട്ടിക്ക് രക്തസ്രാവം അഥവാ എന്തെങ്കിലും ഒരു ബ്ലീഡിംഗ് ഉണ്ടായി അതിനെ തുടർന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ കൗണ്ട് താൽക്കാലികമായി ഉയർന്ന് കാണപ്പെടാം. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കൗണ്ട് ഉയർന്ന് കാണപ്പെടാം. അലർജി ഉള്ള കുട്ടികളിൽ ഈ യോസ്നോഫിൽസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ കൗണ്ട് കൂടുതലായിട്ട് കാണപ്പെടാം. ഇനി ടോട്ടൽ കൗണ്ട് കൂടാനുള്ള ഒരു കാരണം രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ ആണ്. സാധാരണയായി രക്താർബുദം ഉള്ള കുട്ടികൾക്ക് ടോട്ടൽ കൗണ്ട് വളരെ ഉയർന്നാണ് കാണപ്പെടുക. അതായത് ഒരു 50,000 മുതൽ 1 lakh per cubic millimeter വരെ ആയിരിക്കും ടോട്ടൽ കൗണ്ട് കാണപ്പെടുക. ഇനി ടോട്ടൽ കൗണ്ട് താഴ്ന്നു കാണുന്ന അവസ്ഥയാണ് നമ്മൾ ല്യൂക്കോപീനിയ എന്ന് പറയുന്നത്. അതായത് ഒരു 4,000-ലും താഴെ ടോട്ടൽ കൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ല്യൂക്കോപീനിയ എന്ന് പറയാം. മിക്കവാറും ഡെങ്കി, ഇൻഫ്ലുവൻസ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും ല്യൂക്കോപീനിയ ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും ടൈഫോയിഡ് പോലെയുള്ള ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ടോട്ടൽ കൗണ്ട് കുറച്ച് ല്യൂക്കോപീനിയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പൊതുവെ ടോട്ടൽ കൗണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വളരെ മൂർച്ഛിച്ച് സെപ്സിസ് എന്ന അവസ്ഥ വരികയാണെങ്കിൽ ടോട്ടൽ കൗണ്ട് പതുക്കെ ക്രമേണ കുറഞ്ഞു വന്ന് അത് നോർമലിലും താഴേക്ക് പോയി ല്യൂക്കോപീനിയ ഉണ്ടാകാൻ ഇടയുണ്ട്. ടോട്ടൽ കൗണ്ടിൽ കാണുന്ന ചെറിയ വ്യത്യാസങ്ങൾ രോഗലക്ഷണങ്ങളുടെ അഭാവത്തിൽ കാര്യമാക്കേണ്ടതില്ല. രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ബ്ലഡ് കൗണ്ടുകൾ നോക്കുകയും ആവർത്തിക്കുകയും ചെയ്താൽ മതിയാകും. ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഡോസിൽ ആന്റിബയോട്ടിക്സ് കഴിക്കാം. വൈറൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ റെസ്റ്റ് എടുക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്താൽ മതിയാകും. അമിതമായ ഉത്കണ്ഠ മൂലം അനാവശ്യമായി ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതും അനാവശ്യമായി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നതും ഒഴിവാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അത് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.